ഇടത് വലത് അധികാര വടംവലിയിൽ പ്രതിസന്ധിയിലായി വയനാട് ദുരിതബാധിതരുടെ വായ്പ എഴുതിത്തള്ളൽ. തീരുമാനമെടുക്കേണ്ട സംസ്ഥാന സഹകരണ കാർഷിക ഗ്രാമവികസന ബാങ്ക് പൊതുയോഗം അലങ്കോലമാക്കി ഇടത് പ്രതിനിധികൾ. 3500 കോടിയുടെ കാർഷിക വായ്പാ പദ്ധതിയും അംഗീകാരം നൽകാനായില്ല. ഉരുൾപൊട്ടൽ നാശം വിതച്ച മുണ്ടക്കൈ ചൂരൽമല പ്രദേശങ്ങളിലെ 52 പേരുടെ 64 വായ്പകൾ ഒരു മാസത്തിനകം എഴുതിത്തള്ളുമെന്നായിരുന്നു സംസ്ഥാന സഹകരണ കാർഷിക ഗ്രാമവികസന ബാങ്കിന്റെ പ്രഖ്യാപനം. 42 കാർഷിക വായ്പകളിലും 21 റൂറൽ ഹൗസിംഗ് വായ്പകളിലും ഒരു കാർഷികേതര വായ്പയിലുമടക്കം ആകെ 1,56,128 രൂപയുടെ കടബാധ്യതയിൽ നിന്നും ദുരന്തബാധിതർക്ക് മോചനം ലഭിക്കേണ്ട തീരുമാനം. എന്നാൽ അധികാര തർക്കം നടപടിക്ക് വിലങ്ങുതടിയായി മാറി. തീരുമാനത്തിന് അംഗീകാരം നൽകേണ്ട വാർഷിക പൊതുയോഗം CPM കോൺഗ്രസ് പ്രതിനിധികളുടെ തർക്കം മൂലം അലസിപ്പിരിയുകയായിരുന്നു. കോൺഗ്രസിന്റെ കയ്യിലുള്ള ഭരണസമിതി ബജറ്റ് പാസാക്കുന്നത് തടയാൻ ഇടത് പ്രതിനിധികൾ യോഗം അലങ്കോലപ്പെടുത്തിയെന്നാണ് ആരോപണം. വയനാട്ടിലെ കർഷകരെ വേണമെന്നും ബാങ്കിൽ നിന്നും ലോൺ എടുത്ത 52 കർഷകർക്ക് കിടപ്പാടവും ഭൂമിയും നഷ്ടപ്പെട്ടു. ആ കർഷകരെ സഹായിക്കണ്ടേ? ആ കർഷകരെ സഹായിക്കാൻ നമ്മൾ ബോർഡ് തീരുമാനം എടുത്തു. വായ്പ പൂർണ്ണമായി എഴുത്തള്ളാൻ 1,05,00,000 രൂപ എഴുതി തള്ളാനായിട്ട് നമ്മൾ തീരുമാനിച്ചു. അത് ഈ യോഗത്തിൽ വെച്ചിട്ട് പാസ്സാക്കേണ്ടതാണ്. ഇത് പറഞ്ഞാൽ ഇടതുപക്ഷത്തിന് എന്തെങ്കിലും മാനുഷിക മൂല്യം അവർക്കുണ്ടായിരുന്നെങ്കിൽ ഇതെങ്കിലും പാസ്സാക്കണമെന്ന് പറയണമായിരുന്നു. ഭരണസമിതി പിരിച്ചുവിട്ട് ബാങ്ക് പിടിച്ചെടുക്കാനുള്ള നീക്കമാണ് ഇടത് പ്രതിനിധികൾ നടത്തുന്നതെന്നും ഭരണസമിതി ആരോപിക്കുന്നു. തർക്കം മൂലം 3,500 കോടിയുടെ കാർഷിക വായ്പാ പദ്ധതിക്കും അംഗീകാരം നൽകാനായില്ല. നബാർഡ് വഴിയടക്കം കാർഷിക സഹകരണ മേഖലയിൽ കേന്ദ്രം വലിയ സഹായങ്ങൾ എത്തിക്കാൻ തയ്യാറാകുമ്പോഴാണ് സംസ്ഥാനത്തെ ഈ ദുസ്ഥിതി. ജനം, തിരുവനന്തപുരം.